ഒരു മനുഷ്യൻ തെറ്റു ചെയ്താൽ അല്ലാഹു ദുനിയാവിൽ എങ്ങനെയാണ് ആ തെറ്റിനുള്ള ശിക്ഷയായി അവനോട് പെരുമാറാൻ പോകുന്നത്? സൂറത്തുൽ മുത്തഫിഫീനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഖല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. ഖല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കാരണത്താൽ അവന്റെ ഹൃദയങ്ങൾ കറ പിടിച്ചുപോയിരിക്കുന്നു. ഒന്നാമത്തെ ശിക്ഷ മനുഷ്യൻ അല്ലാഹു തആല ഭൗതിക ലോകത്ത് നൽകുന്ന ഒന്നാമത്തെ ശിക്ഷ എന്ന് പറയുന്നത് അവന്റെ ഹൃദയത്തെ കറുത്ത ഹൃദയമാക്കി മാറ്റുക എന്നുള്ളതാണ്. കറ പിടിച്ച കളങ്കമുള്ള ഹൃദയമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഖല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം ഖല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ പ്രവർത്തിച്ചത് കാരണമായി അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചിരിക്കുകയാണ്. സീസറൊക്കെ വലിക്കുന്ന ആളുകൾ, ബീഡി വലിക്കുന്ന ആളുകൾ, തുമ്മാൻ തിന്നുന്ന ആളുകൾ, അവരുടെയൊക്കെ പല്ലും ചുണ്ടും ശ്വാസകോശവും നാവും ഒക്കെ പല രീതിയിൽ കറകൾ പിടിച്ചിട്ടുണ്ടാവും. അതേപോലെ ഒരു മനുഷ്യൻ തെറ്റുകൾ ചെയ്യുന്നതിനനുസരിച്ച് അവന്റെ ഹൃദയങ്ങൾ കറുത്തുപോകും എന്നാണ് അല്ലാഹു ഖുർആനിലും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലും പറയുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസുണ്ട്, ഇന്നൽ അബ്ദ, ഒരാൾ ഇദാ അഖ്തഅ ഖതീഅ, തെറ്റു ചെയ്താൽ നുക്തത ഫീ ഖൽബിഹി നുക്തതുൻ സൗദാ, അയാളുടെ ഓരോ തിന്മകൾക്കും അല്ലാഹു തആല ഹൃദയത്തിൽ കറുത്ത പുള്ളികൾ ഇട്ട് കൊടുക്കും. ഫഇദാ ഹുവ നസഅ വസ്തഗ്ഫറ വതാബ സുഖില ഖൽബുഹു, അയാൾ തെറ്റിൽ നിന്ന് മാറി നിന്ന് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ ആ കറയെ അല്ലാഹു മായ്ച്ചു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഓരോ തെറ്റിനും ഓരോ കറകളുണ്ടെന്ന്. പ്രത്യേകിച്ച് വൃദ്ധന്മാരായ ആളുകൾ, അവർക്കൊരു തെറ്റു ചെയ്താൽ അല്ലാഹുവിന്റെ മലായികകൾ ഉടനെ തന്നെ ആ തെറ്റിനെ രേഖപ്പെടുത്തുമെന്നാണ്. എന്നാൽ യുവാക്കളായ ആളുകൾക്ക് അല്ലാഹു തആല 3 അവസരം നൽകുമെന്ന് ഹദീസുകളിൽ കാണാം. 15-ന്റെയും 40-ന്റെയും ഇടയിലുള്ള പ്രായക്കാരാണ് യുവാക്കൾ എന്ന് പറയുന്നത്. ആ യുവാക്കളായ ആളുകൾക്ക് അല്ലാഹു തആല 3 ചാൻസുകൾ നൽകുന്നുണ്ട്, 3 അവസരങ്ങൾ നൽകുന്നുണ്ട്. ഒന്നാമത്, അയാളൊരു തെറ്റ് ചെയ്യുമ്പോൾ മലക്കിനോട് പറയും, എഴുതണ്ട, അവിടെ തൗബ ചെയ്ത് നന്നാകുമോ എന്ന് നോക്കട്ടെ, എഴുതണ്ട എന്ന് പറയും. പിന്നെയും അയാൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും മലക്കുകൾ രേഖപ്പെടുത്താൻ ശ്രമിക്കും. അപ്പോഴും പറയും, വേണ്ട, രേഖപ്പെടുത്തണ്ട. അങ്ങനെ 3-ാമത്തെ തവണ അയാൾ തെറ്റ് ചെയ്യുമ്പോഴാണ് മലക്കുകൾ ആ തിന്മകളെ രേഖപ്പെടുത്തുന്നത് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അത് യുവാക്കളെ കുറിച്ചാണ്, വൃദ്ധന്മാരായ ആളുകളെ കുറിച്ചല്ല. സ്വാഭാവികമായി ഓരോ മനുഷ്യന്റെ ശരീരവും തിന്മയോട് താല്പര്യം കാണിക്കുന്നതാണ്. പ്രത്യേകിച്ച് യൗവനകാലം എന്ന് പറയുന്നത് തിന്മയോട് പ്രവണതയുള്ള പ്രായമാണത്, കാലഘട്ടമാണത്. തെറ്റു ചെയ്യാനാണ് കൂടുതൽ താല്പര്യമുണ്ടാവുക. അതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. അതുകളൊക്കെ എന്തിനാന്ന് ചോദിക്കും. എന്നാള് ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ വരുമ്പോ ആവേശത്തോടെ അതിനെ സ്വീകരിക്കും. ഇതിനിപ്പോ വാല്യൂ വെക്കേണ്ട ആവശ്യം? അങ്ങനെ ചോദിക്കും ചെറുപ്പക്കാരെ. എന്താ വാല്യൂ വെക്കേണ്ട ആവശ്യം? ഇത്രകാലം വാല്യൂ വെച്ചിട്ട് എന്തായി? ഇത്രകാലം വേൾഡ് കപ്പ് വെച്ചിട്ട് എന്തായി? അത് തിരിച്ചു വയ്ക്കാറുണ്ടോ? ഇത്രകാലം മെസ്സിയുടെയും ക്രിസ്ത്യാനോയുടെയും നെയ്മറിന്റെ ഒക്കെ കട്ടൗട്ട് ആകാശത്തേക്ക് ഉയർത്തി വെച്ചിട്ട് എന്തായിപ്പോ? കപ്പെടുത്ത് കൊണ്ടുവന്നു വെച്ചാളൊക്കെ കൊണ്ടുവന്നു. അഞ്ഞങ്ങാട് മുതൽ ചെർക്കള വരെയുള്ള ഓരോ ടൗണുകളിലും വലിയ വലിയ കട്ടൗട്ടുകൾ വെച്ചില്ലേ ലക്ഷങ്ങൾ ചെലവഴിച്ച്, അവരൊക്കെ കപ്പുകൊണ്ടുവന്നു. ആ ചോദ്യത്തിനൊന്നും ഉത്തരവില്ല. നന്മകളോട് വിമുഖത കാണിക്കുകയും തിന്മയോടൊരു പ്രവണത കാണിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് യൗവനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഇന്നല്ലാഹ യുഹിബ്ബുശ്ശാബ തായിബ്, തൗബ ചെയ്യുന്ന യുവാക്കളെ അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടമാണ്. മനുഷ്യന്റെ ഹൃദയം അങ്ങനെയാണ്, തെറ്റിനോട് താല്പര്യം കാണിക്കുന്നത്. പക്ഷേ
തെറ്റുകൾ വന്നു പോകുമ്പോൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന യുവാക്കളെ അള്ളാഹുവിന് വല്ലാതെ ഇഷ്ടമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ വയസ്സായിട്ടും തിന്മയിൽ മുഴുകുന്ന വൃദ്ധരായ ആളുകളോട് അള്ളാഹുവിന് കോപമാണ്. 40 കഴിഞ്ഞിട്ടും തെറ്റുകളിൽ വ്യാപൃതരാകുന്നവർ. 40 കഴിയുമ്പോ ഒന്ന് ഒരുങ്ങണം ഖബറിലേക്ക്. 40 വരെ ഒരുങ്ങണ്ട എന്നല്ല, 40 എന്നുള്ളത് നമ്മുടെ ആയുസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം അസ്തമിച്ചു, ഇനി ഞാൻ വൃദ്ധനാവാൻ പോവാണ് എന്നതിൻ്റെ ഒരു അടയാളമാണ്. 40 കഴിഞ്ഞിട്ടും തെറ്റുകൾ ആവർത്തിക്കുന്ന ആളുകളോട് അള്ളാഹുവിന് കോപമാണെന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തെറ്റു ചെയ്ത ഒരാൾ തെറ്റിൽ നിന്ന് പിന്മാറി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ ആ തെറ്റിനെ അള്ളാഹു മായ്ച്ചു കളയും, ശുദ്ധമായ തെറ്റാക്കും. ശുദ്ധമായ ഖദ് അഫ്ലഹ മൻ സക്കാഹാ, ഹൃദയത്തെ ശുദ്ധീകരിച്ചവനായ അയാൾ മാറും. അയാൾ വീണ്ടും മടങ്ങിയാൽ തൗബ ചെയ്യുന്നതിന് പകരം തെറ്റുകളാണ് അയാൾ ആവർത്തിക്കുന്നതെങ്കിൽ ആ കറകൾ അയാളുടെ ഹൃദയത്തെ ആവരണം ചെയ്യുമെന്ന്, അയാളുടെ ഹൃദയത്തെ പൊതിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി ഖുർആനിൽ പറഞ്ഞില്ലേ? ഖല്ലാബൽ റാന അലാ ഖുലൂബിഹിം എന്ന് ഖുർആനിൽ പറഞ്ഞ റാൻ എന്ന് പറയുന്ന അസുഖം ഒരു മനുഷ്യന്റെ ഹൃദയത്തെ തിന്മകൾ ആവരണം ചെയ്യലാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ തിന്മകൾ കൊണ്ടൊരു മനുഷ്യന്റെ ഹൃദയം ആവരണം ചെയ്യപ്പെട്ടാലുള്ള പ്രശ്നം എന്താണ്? പ്രശ്നമുണ്ട്. ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറാ, നന്മയേത് തിന്മയേത് എന്നയാൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹു ഒരു മനുഷ്യന് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് എപ്പോഴാണ്? തെറ്റുകൾ ചെയ്യുന്നതിനനുസരിച്ച് തെറ്റുകളെ കഴുകിക്കളയുന്നവന്. നേരെ മറിച്ച് തെറ്റുകൾ ചെയ്ത് ചെയ്ത് അവന്റെ ഹൃദയത്തെ തിന്മകൾ പൊതിഞ്ഞു വെച്ചാൽ, ആവരണം ചെയ്താൽ, കറുത്തുപോയാൽ, ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറാ, അയാൾക്ക് നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അയാൾ മാറുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. അപ്പൊ അയാൾക്ക് നന്മ ചെയ്യുമ്പോ സന്തോഷമോ തിന്മ ചെയ്യുമ്പോൾ ദുഃഖമോ അയാൾക്കുണ്ടാവൂല. കാരണം നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിഞ്ഞാലല്ലേ. ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറാ. ചില ആളുകൾ ചോദിച്ചില്ലേ, സാധുമാരെ വാലിന്റെ ഫ്ലക്സ് വെക്കുന്നുണ്ടല്ലോ, കളിക്കാരുടേത് വെച്ചാൽ എന്തേന്ന് ചോദിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? ലാ യഅരിഫു മഅറൂഫൻ, ഈ ഫ്ലക്സ് ബോർഡുകൾ കൊണ്ടൊരു നന്മയുണ്ട്. വാലിന്റെ സദസ്സിലേക്ക് വരൂ എന്നൊരു ക്ഷണമാണ്, നന്മയിലേക്കുള്ള ക്ഷണമാണ് ഈ ഫ്ലക്സ് ബോർഡുകൾ. എന്നാൽ കളിയുടെ ഫ്ലക്സ് ബോർഡുകളും കട്ടൗട്ടുകളും കൊണ്ട് ഏത് നന്മയിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്? ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറാ, നന്മയും ചിന്മയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഹൃദയം മാറിപ്പോവാതിരിക്കാൻ, നമ്മുടെ ഹൃദയം ചാഞ്ഞു പോവാതിരിക്കാൻ, വഴുതി പോവാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഒന്നാമത്തെ ശിക്ഷ എന്ന് പറയുന്നത് നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് ഒന്നാമത്തെ ശിക്ഷ. രണ്ടാമതായി ഭൂമിയിൽ അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുമെന്നാ പറഞ്ഞത്. സൂറത്തു ശൂറാ, വമാ അസ്വാബകും മിൻ മുസീബ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, വമാ അസ്വാബകും മിൻ മുസീബ, നിങ്ങൾക്ക് എന്ത് മുസീബത്തുകൾ വന്നാലും എന്ത് അപകടങ്ങൾ വന്നാലും. ഇന്നലെ താമരശ്ശേരി ഭാഗത്താണ് വഅദിന് പോയത്. വഅദ് കഴിഞ്ഞ് ഒരു വീട്ടിൽ പോവുകയുണ്ടായി. അവിടെ പ്രസവിച്ച് 1.5 മാസം പ്രായമുള്ളൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന്റെ ശരീരം പൊള്ളലേറ്റതുപോലെ, ഓരോ സ്ഥലങ്ങളിങ്ങനെ പൊള്ളിയതുപോലെ, തീ കൊണ്ടതുപോലെ പൊള്ളലേറ്റ് വരാൻ. പ്രസവിക്കുമ്പോൾ കാലിന്റെ ചൂണ്ടം വിരലുണ്ടായിരുന്നു, പൊള്ളലേറ്റ് ആ ചൂണ്ടം വിരൽ മുറിഞ്ഞുപോയി.
ശരീരത്തിന്റെ ഓരോ സ്ഥലങ്ങളിലും തീ കൊണ്ടതുപോലെ പൊള്ളലേറ്റ് കിടക്കാൻ. ഡോക്ടർമാർ പറഞ്ഞു ഇതിന് മരുന്നില്ല, രോഗത്തിന്റെ പേരെന്തെന്നറിയില്ല. അല്ലാഹു ശിഫ നൽകട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ. ആരെയൊക്കെയോ ചെയ്യുന്ന തെറ്റുകൾ കാരണം അല്ലാഹു പൊതുവായി ജനങ്ങളിലേക്ക് ശിക്ഷ നൽകുന്ന. എല്ലാ ശിക്ഷകളും അങ്ങനെയാണ് എന്നല്ല, എന്നാൽ ചില ശിക്ഷകളെ അല്ലാഹു പൊതുജനങ്ങൾക്ക് അതൊരു ശിക്ഷയായി നൽകും. ചില തെറ്റുകളെ, ആ തെറ്റുകൾ ഏതൊക്കെയാണ് എന്ന് ശേഷം പറയാനുണ്ട്. വമാ അസ്വാബകും മിൻ മുസീബ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് വരുമ്പോ, അപകടങ്ങൾ വരുമ്പോ, രോഗങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ അതിന്റെ കാരണങ്ങൾ തേടി ഗവൺമെന്റിനെയല്ല കുറ്റപ്പെടുത്തേണ്ടത്, പള്ളി കമ്മിറ്റിയെയല്ല കുറ്റപ്പെടുത്തേണ്ടത്. ഫബിമാ കസബത് ഐദീകും, നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് ചെയ്ത ആഭാസങ്ങൾ കാരണത്താലാണ് അല്ലാഹു തആല നിങ്ങൾക്ക് മുസീബത്തുകൾ നൽകുന്നത്, അപകടങ്ങൾ നൽകുന്നത്. സൂറത്തു ശൂറയിലെ 30-ാമത്തെ ആയത്താണിത്. എന്നിട്ട് അല്ലാഹു പറയാണ്, നിങ്ങൾ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും ഞാൻ ശിക്ഷ നൽകുന്നില്ല. വയഅഫു അൻ കസീരിൻ, ഒട്ടുമിക്ക പാപങ്ങളും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുന്നുണ്ട്. നിങ്ങൾ തൗബ ചെയ്യാതെ തന്നെ ഞാൻ പുറത്തു തരുന്നുണ്ട്. നമ്മളൊക്കെ ചെയ്യുന്ന തെറ്റിന് ഉടനെ തന്നെ അല്ലാഹു ശിക്ഷ നൽകിയിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ജീവിക്കൂല. ഒട്ടുമിക്ക തെറ്റുകൾക്കും അല്ലാഹു മാപ്പ് നൽകുന്നുണ്ട്. വയഅഫു അൻ കസീർ, ഒരുപാട് പാപങ്ങൾ അല്ലാഹു നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് പുറത്തു തരുന്നുണ്ട്. അല്ലേ അല്ലേ? റമളാനു ഇല റമളാനി കഫാറ, ഒരു റമളാൻ കഴിഞ്ഞ് അടുത്ത റമളാൻ വരെ കാത്തിരിക്കുന്നത് അതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അൽ ജുമഅതു ഇലൽ ജുമഅതി കഫാറ, ഒരു ജുമഅ കഴിഞ്ഞ് അടുത്ത ജുമഅയെ കാത്തിരിക്കുന്നത് അതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അസ്സലാത്തുൽ മക്തൂബ ഇലസ്സലാത്തിൽ മക്തൂബ, 5 നേരത്തെ നിസ്കാരത്തിനിടയിൽ ചെയ്യുന്ന പാപങ്ങൾ, ആ നിസ്കാരത്തിന് കഴിഞ്ഞതിന് ശേഷം അടുത്ത നിസ്കാരത്തെ കാത്തിരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയം വരെയുള്ള നിങ്ങൾ ചെയ്യുന്ന പാപങ്ങളെ അടുത്ത നിസ്കാരമാകുമ്പോഴേക്കും അല്ലാഹു പുറത്തു തരുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഉംറതു ഇലൽ ഉംറ, ഒരു ഉംറ കഴിഞ്ഞ അടുത്ത ഉംറ വരെയുള്ള കാലയളവിൽ നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ അറിയാതെ അല്ലാഹു പുറത്തു തരുന്നുണ്ട്. അങ്ങനെ എത്ര വഅഫു അൻ കസീർ, എത്ര പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നുണ്ട്. സ്വലാത്തുകൾ കാരണം അല്ലാഹു പാപങ്ങൾ പുറത്തു തരുന്നുണ്ട്. 5 നേരത്തെ നിസ്കാരങ്ങളുടെ ശേഷം സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും ചൊല്ലുന്നത് കാരണത്താൽ അല്ലാഹു തആല തിരമാലകൾ കണക്ക് ചെയ്യുന്ന പാപങ്ങളും അല്ലാഹു പുറത്തു തരുന്നുണ്ട്. അപ്പൊ നമ്മൾ അറിയാതെ പാപങ്ങൾ ഒരുപാട് അല്ലാഹു പുറത്തു തരുന്നുണ്ട്. വുളൂ ചെയ്ത് വുളൂവിന്റെ വെള്ളം താഴേക്ക് ഇറ്റ് വീഴുമ്പോ ആ വെള്ളത്തിന്റെ കണക്ക് അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നുണ്ട്. പള്ളിയിലേക്ക് നടക്കുമ്പോൾ ഓരോ ചവിട്ടടിക്കും അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നുണ്ട്. നമ്മുടെ സ്വതക്കകൾക്ക് അല്ലാഹു പാപങ്ങൾ പുറത്തു തരുന്നുണ്ട്. ഒരു തലവേദന അനുഭവിക്കുമ്പോൾ വരെ, ഒരു പനി അനുഭവിക്കുമ്പോൾ വരെ, ഒരു സത്യവിശ്വാസിക്ക് ഒരു ക്ഷീണമുണ്ടാകുമ്പോൾ വരെ അല്ലാഹു തആല അവന്റെ പാപങ്ങൾ അവൻ അറിയാതെ പുറത്തു തരുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലേ? ഒരു സത്യവിശ്വാസിക്ക് ഒരു ക്ഷീണമുണ്ടായാൽ, മാ അസ്വാബൽ മുഅ്മിന മിൻ നസ്ബിൻ, ക്ഷീണം, മിൻ ഗമ്മിൻ വഹമ്മിൻ, വിഷമം, ടെൻഷൻ, ദുഃഖം, പ്രയാസം, രോഗം, ഒരു വേദന. സത്യവിശ്വാസിക്ക് പ്രയാസമുണ്ടാവുന്ന ഏത് പ്രതിസന്ധി ഉണ്ടായാലും അല്ലാഹു തആല അവൻ അറിയാതെ അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ടോ എന്നാണ്. വയഅഫു അൻ കസീർ, ഒരുപാട് പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നുണ്ട്. ആരാ പറയുന്നത്? പരിശുദ്ധ റസൂൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, വയഅഫു അൻ കസീരിൻ, ഒരുപാട് പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നുണ്ട്. പിന്നെയോ അടുത്ത ആയത്ത് സൂറത്തുൽ മാഇദയാണ്. ഫഇൻ തവല്ലൗ ഫഅലം അന്നമാ യുരീദുല്ലാഹു അൻ യുസീബഹും ബിബഅദി ദുനൂബിഹിം وإن كثيرا من الناس لفاسقون فإن تولوا, അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ ഫഅലം,
നിങ്ങൾ മനസ്സിലാക്കണം, അന്നമാ യുരീദുല്ലാഹു അൻ യുസീബഹും ബിബഅദി ദുനൂബിഹിം, അവർ ചെയ്ത ചില തെറ്റുകൾ കാരണത്താൽ അല്ലാഹു തആല അവരെ ശിക്ഷിക്കാൻ പോവുകയാണ്. അൻ യുസീബഹും ബിബഅദി ദുനൂബിഹിം, അവർ ചെയ്ത ചില തെറ്റുകൾ കാരണത്താൽ, എല്ലാ തെറ്റുമില്ല. അൻ യുസീബഹും ബിബഅദി ദുനൂബിഹിം, അവരുടെ ചില പാപങ്ങൾ കാരണത്താൽ അല്ലാഹു അവർക്ക് നാശം നൽകാൻ പോവുകയാണ്, നാശം വരുത്താൻ പോവുകയാണ്. സൂറത്തുൽ മാഇദയിലെ 49-ാമത്തെ ആയത്താണിത്. ഇനി സൂറത്തുർ റൂമിലെ 41-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കണം. വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്, ഭൂമിയിലും കരയിലും ഫിത്നയുണ്ടായത്, ഫസാദുണ്ടായത്. വഹറൽ ഫസാദു ഫിൽ ബഹരി വൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും പ്രശ്നങ്ങൾ ഉണ്ടായത്, അപകടങ്ങൾ ഉണ്ടായത്, പ്രയാസങ്ങൾ ഉണ്ടായത്. ബിമാ കസബത് ഐദിൻ നാസ്, ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താലാണ്. എന്തിനാണ് അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുന്നത്? ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ, അവർ ചെയ്തതിന്റെ അനന്തരഫലം അവർ അനുഭവിക്കാൻ വേണ്ടിയാണ്. കളിക്കാതെ നടന്നത്, പഠിക്കാതെ നടന്നു, കളിച്ച് നടന്നതിന്റെ പേരിൽ അയാൾ പരാജയപ്പെട്ടു. എന്തിനാണ് പരാജയപ്പെട്ടത്? അയാൾ സമയം പഠിക്കാൻ ഉപയോഗിക്കാതെ കളിച്ചു നടന്നതിന്റെ വേദന അനുഭവിക്കാനാണ്. 1 വർഷം വീണ്ടും അതേ ക്ലാസ്സിൽ ഇരിക്കാൻ പറഞ്ഞത്. കിഡ്നി രോഗിയായ ഒരു മനുഷ്യനോട് ഡോക്ടർ പറഞ്ഞു വെള്ളം കുടിക്കരുത്. അയാൾ ദാഹിച്ചപ്പോ വെള്ളം കുടിച്ചു. അയാള് വീണ്ടും രോഗിയായി. പിറ്റേ ദിവസം വീണ്ടും ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകണം. എന്തുകൊണ്ടാണ് അതുണ്ടായത്? വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞത് കേട്ടില്ല, വെള്ളം കുടിച്ചാൽ. അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷ അവർ അനുഭവിക്കാൻ വേണ്ടി. ഷുഗർ പേഷ്യന്റ് ഉണ്ട്, പഞ്ചസാര തിന്നരുത് എന്ന് പറഞ്ഞു, ഷുഗർ ഉൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഈ മനുഷ്യനാണെങ്കിൽ ലഡു കാണുമ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നില്ല, ജ്യൂസ് കാണുമ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നില്ല, സോഫ്റ്റ് ഡ്രിങ്ക്സ് കാണുമ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നില്ല. മരിക്കാണെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞ അയാൾ നന്നായിട്ട് മധുരം തിന്നു, ഹലുവ തിന്നു, ലഡു തിന്നു. പെട്ടെന്ന് അയാൾ ഷുഗർ കൂടി ഡൗൺ ആയി ഡൂം നിർത്തി താഴെ വീണു. എന്തിനാണ് അള്ളാഹു ഷുഗർ ഡൗൺ ആയി അയാൾ വീഴാൻ കാരണം? തിന്നരുത് എന്ന് പറഞ്ഞിട്ടും അതനുസരിക്കാതെ അയാൾ തിന്നപ്പോ അതിന്റെ ശിക്ഷ അനുഭവിക്കാൻ അള്ളാഹു അയാളെ പ്രയാസപ്പെടുത്തി. കടലിലും കരയിലും ഫിത്നയുണ്ടായത്, ഫസാദുണ്ടായത്, പ്രശ്നങ്ങളുണ്ടായത്, പരീക്ഷണങ്ങളുണ്ടായത്. ബിമാ കസബത് ഐദിൻ നാസ്, മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താലാണ്, മനുഷ്യന്റെ കൈകൊണ്ടുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ കാരണത്താലാണ്. അവർ ചെയ്യുന്നത് കാരണത്താൽ അതിന്റെ വേദന അനുഭവിക്കാൻ വേണ്ടി. ലഅല്ലഹും യർജിഊൻ, എന്നിട്ട് അവർ മാറുമോ എന്ന് നോക്കാം, അവർ നന്നാവോ എന്ന് നോക്കാം. നന്നായി മട്ടൻ കഴിച്ചു, കൊളസ്ട്രോൾ കൂടി, ഫാറ്റി ലിവർ കൂടി. ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടർ പറഞ്ഞു മട്ടൻ കഴിക്കുന്നത് കുറക്കണം. എന്തിനാ ഈ ഫാറ്റി ലിവർ കൂടിയത്? എന്തിനാ യൂറിക് ആസിഡ് കൂടിയത്? മട്ടനും ബീഫും നന്നായി കഴിച്ചിട്ടാണ്. അപ്പൊ അമിതമായി തിന്നപ്പോ അതിനുള്ള ശിക്ഷ പടച്ചോൻ തന്നു. എന്നിട്ട് എന്തിനാണ്? ലഅല്ലഹും യർജിഊൻ, ഇനി ഫാറ്റി ലിവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അയാൾ മട്ടൻ കുറക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടി, യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ വേണ്ടി ബീഫ് കുറക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടി. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ല കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ, നിങ്ങൾ തിന്നണം കുടിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. വലാ തുസ്രിഫൂ, രണ്ടും അമിതമാവാൻ പാടില്ല. തിന്നണം കുടിക്കണം, അമിതമാവാൻ പാടില്ല. എന്ത് തിന്നണം എന്ന് വെച്ചാൽ എന്തും തിന്നാം. മനുഷ്യൻ മാംസഭുക്കുമല്ല, സസ്യഭുക്കുമല്ല, രണ്ടും മിശ്രമായി സമ്മിശ്രമായി തിന്നുന്ന ജീവിയാണ് മനുഷ്യൻ. ഒരു മനുഷ്യന് പച്ച മാംസം തിന്നാതെ വെറും സസ്യം മാത്രം തിന്ന് ജീവിക്കാൻ കഴിയും. പക്ഷേ പല അസുഖങ്ങൾ അയാൾക്കുണ്ടാവും. സസ്യം മാത്രം തിന്ന് ജീവിക്കാന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ ഉണ്ടാവും. മാംസം മാത്രം തിന്ന് ജീവിക്കാന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ ഉണ്ടാവും. സമ്മിശ്രമാണ് മനുഷ്യൻ. എന്നാല് കാട്ടിലുള്ള വന്യമൃഗങ്ങൾ അങ്ങനെയല്ല, അവർ മാംസാഹാരികളാണ്. നമ്മുടെ വീട്ടിലുള്ള പശുക്കൾ അങ്ങനെയല്ല, സസ്യാഹാരികളാണ്. അപ്പൊ നമ്മളോട് എന്താണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്? കുലൂ വശ്റബൂ, നിങ്ങൾ തിന്നണം, നിങ്ങൾ കുടിക്കണം. വലാ തുസ്രിഫു, ഒന്നും അമിതമാവാൻ പാടില്ല.
ഒന്നും അമിതമാവാൻ പാടില്ല. തിന്നുന്നതും കുടിക്കുന്നതും അമിതമാവാൻ പാടില്ല. അമിതമാവാന്ന് പറഞ്ഞാല് ഇതിനൊക്കെ ഒരു ഓർഡർ ഉണ്ട്. ഭക്ഷണത്തിന് ഒരു ഓർഡർ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പാലിക്കേണ്ട ഒരു ഓർഡർ ഉണ്ട്. മുസ്ലിം സമുദായം തീരെ ശ്രദ്ധിക്കാത്ത മേഖലയാണത്. എപ്പോഴും നമ്മുടെ വീട്ടിൽ ചിക്കനാണ്. അത് നമ്മുടെ ശരീരത്തെ രോഗിയാക്കി മാറ്റും. എപ്പോഴും നമ്മുടെ വീട്ടിൽ ബീഫും മട്ടനൊക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരത്തെ അത് രോഗിയാക്കി മാറ്റും. ചില സന്ദർഭങ്ങളിൽ സാലഡ് വേണം, പച്ചക്കറികൾ വേണം. ഒരു ദിവസം മുഴുവനും പച്ചക്കറി, ഒരു ദിവസം മത്സ്യം, ഒരു ദിവസം ചിക്കൻ. അങ്ങനെ ഭക്ഷണത്തെ നമ്മൾ നിയന്ത്രിക്കാതെ അമിതമായ മാംസമാണ് നമ്മൾ ശരീരത്തിലേക്ക് കയറ്റുന്നതെങ്കിൽ സ്വാഭാവികമായി പതുക്കെ പതുക്കെ നമ്മൾ രോഗിയായി മാറും. കുലു, നിങ്ങൾ തിന്നണം, എന്തും തിന്നാം, ഹലാലായ എന്തും നിങ്ങൾക്ക് തിന്നാം. ഒന്നും തിന്നരുത് എന്ന് ഇസ്ലാം പറയുന്നില്ല. ഹലാലായ എന്തും നിങ്ങൾക്ക് തിന്നാം, ഹലാലായ എന്തും നിങ്ങൾക്ക് കുടിക്കാം. പക്ഷേ വലാ തുസ്രിഫു, ഒന്നും അമിതമാവരുത്. ഷുഗർ ആണെങ്കിലും അമിതമാവരുത്. അമിതമാകുമ്പോഴാണ് നമ്മൾ രോഗിയായി മാറുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കും നിങ്ങൾ, കടലിലും കരയിലും പ്രശ്നങ്ങൾ ഉണ്ടായത്, മനുഷ്യൻ രോഗിയായി മാറുന്നത് മനുഷ്യന്റെ പ്രവർത്തനത്താൽ, മനുഷ്യന്റെ പ്രവർത്തനം കാരണത്താലാണ്. ليذيقهم بعض الذي عملوا لعلهم يرجعون ليذيقهم بعض الذي عملوا. അയാൾ ചെയ്യുന്ന തെറ്റുകൾ അവരെ അനുഭവിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ശിക്ഷകൾ നൽകുന്നത്, രോഗങ്ങൾ നൽകുന്നത്. ലഅല്ലഹും യർജിഊൻ, ഒരു രോഗം വരുമ്പോൾ അയാൾ മാറുമോ എന്ന് നോക്കട്ടെ. കള്ളുകുടിച്ച് ഹൃദയമാകെ പഴുത്തുപോയി. ഡോക്ടർ പറഞ്ഞു ഇനി കള്ളു കുടിച്ചാൽ മരിക്കും. അയാൾ നിർത്തുന്നില്ലേ? അയാൾ നാളെ മരിച്ചു പോവാണ്. നിർത്തിയോ? ലഅല്ലഹും യർജിഊൻ, അയാൾ നിർത്തി പശ്ചാത്താപം ചെയ്ത് തിരിച്ചു വന്നാൽ അയാളുടെ ശരീരം പതുക്കെ പതുക്കെ റീകവറായി മാറും. എല്ലാ ശരീരത്തിന്റെ അസുഖങ്ങളും അങ്ങനെ തന്നെയാണ്. ഭക്ഷണ നിയന്ത്രണത്തിലൂടെ നമ്മുടെ അസുഖങ്ങളെ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയും, അസുഖങ്ങൾ പരിധി വിട്ടില്ലെങ്കിൽ. ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോയാൽ, ശരീരത്തിന്റെ ബോഡി ഫിറ്റ്നസ് അല്ലെങ്കിൽ എന്താ പറയാ, മൊത്തം ബോഡി ചെക്കപ്പ് ചെയ്യാൻ പോയാൽ നോർമൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇവിടെ ഉണ്ടാവും, ഹൈ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടാവും. ഇപ്പൊ ഹൈ സ്റ്റേജിലേക്ക്, ഹൈ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഫാറ്റ് ലിവർ തന്നെ കുറച്ചുകൂടി സിറോസിസ് ആകുമ്പോൾ, പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് ക്യാൻസറിലേക്ക് വരെ എത്തുന്ന. അപ്പൊ ഒരു മനുഷ്യൻ ബോഡി ചെക്കപ്പ് നടത്തി നോർമൽ അല്ലാത്ത മേഖലയിൽ എന്തുകൊണ്ടാണ് എന്റെ ഫാറ്റ് ലിവർ കൂടാൻ കാരണം, എന്തുകൊണ്ടാണ് എന്റെ യൂറിക് ആസിഡ് കൂടാൻ കാരണം, എന്തുകൊണ്ടാണ് എന്റെ ക്രിയാറ്റിൻ കുറയാൻ കാരണം, ഇങ്ങനെ ഓരോന്ന് കൃത്യമായി വിശദമായി പഠനം നടത്തി എന്താണ് എന്റെ ജീവിതത്തിലുള്ള ഭക്ഷണത്തിലുള്ള ക്രമീകരണം എവിടെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ആ ഹൈ ലെവലിലുള്ളതെല്ലാം, റിസ്ക് ഫാക്ടറിലുള്ളതെല്ലാം കുറക്കാൻ അയാൾ ശ്രമിച്ചാൽ ഒരു 4-5 മാസം കൊണ്ട് അയാളുടെ ബോഡി നോർമലാവും. ശ്രദ്ധിക്കുന്നില്ലേ? അത് വലിയ വലിയ അസുഖങ്ങളിലേക്ക് അയാൾ എത്തിക്കും. ലഅല്ലഹും യർജിഊൻ, അയാൾ മാറട്ടെ, അയാൾ നന്നാവട്ടെ, അയാൾ ചെയ്യുന്ന പ്രവർത്തനം അയാളൊന്ന് ശ്രദ്ധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ശിക്ഷകൾ നൽകുന്നത്. പക്ഷേ മടങ്ങിയില്ലെങ്കിൽ നിങ്ങൾ അത് അനുഭവിക്കേണ്ടി വരും. സൂറത്തുർ റൂമിലാണ് അല്ലാഹു പറയുന്നത്. അതേപോലെ ഇത് രോഗവും ഭക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നതെങ്കിലും അതേപോലെ നമ്മൾ ചെയ്യുന്ന തെറ്റുകളിലേക്കും ഈ ആയത്തിനെ ഒന്ന് കൊണ്ടുപോയി നോക്ക്. ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون. എന്തിനാണ് അല്ലാഹു തആല ഭൂമിയിലേക്ക് ശിക്ഷകൾ നൽകുന്നത്? മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താലാണ് നമ്മുടെ തോന്നിവാസങ്ങൾ, വിചാരം പോലെ, കള്ളുകുടി പോലെ, കൊലപാതകം പോലെ, അക്രമങ്ങൾ പോലെ, പലിശ തിന്നുന്നത് പോലെ, ഹറാമായ കാര്യങ്ങള്, വ്യഭിചാര ആരോപണങ്ങള്, ഹറാമായ സമ്പാദ്യങ്ങള്, ഇതെല്ലാം ഒരു മനുഷ്യൻ ചെയ്യുമ്പോഴാണ് അല്ലാഹു തആല ഭൂമിയിലേക്ക് മാരകമായ പരീക്ഷണങ്ങൾ നൽകുന്നത്. ലഅല്ലഹും യർജിഊൻ, അയാൾ ചിന്തിച്ചുകൊണ്ടതിൽ നിന്ന് മാറട്ടെ എന്ന ചിന്തയാണ് അല്ലാഹുവിന് ഇങ്ങനെ ശിക്ഷകൾ നൽകുമ്പോൾ അല്ലാഹുവിനുള്ളത്. അവൻ മാറിയില്ലേ അതൊരു പൊതുജനത്തെ മുഴുവനും ബാധിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് മഹാനായ ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അഖ്ബല അലൈനാ റസൂലുള്ളാഹ്, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ മഅശറൽ മുഹാജിരീൻ, ഓ മക്കക്കാരെ,
മുഹാജിർ എന്ന് പറഞ്ഞാൽ മക്കക്കാരെ, യാ മഅശറൽ മുഹാജിരീൻ, അല്ലയോ മക്കക്കാരെ, ഖംസുൻ ഇദബ്തുലീതും ബിഹിന്ന വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന, 5 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടായാൽ നിങ്ങളിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു, ഒരു സമൂഹത്തിൽ തിന്മകൾ വ്യാപകമായാൽ, ലഹറ എന്ന് പറഞ്ഞാൽ പ്രകടമാവുക, വ്യാപകമാവുക. ഇദാ ലം തൽഹരിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു, അനാചാരങ്ങളും തെമ്മാടിത്തരങ്ങളും തോന്നിവാസങ്ങളും ഒരു സമൂഹത്തിൽ വ്യാപകമായാൽ, വ്യാപകമാവാന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യാൻ തുടങ്ങും, എല്ലാവരും ചെയ്യാൻ തുടങ്ങും, നോർമലാവുക, ലഘൂകരിക്കപ്പെടുക, ഗൗരവം നഷ്ടപ്പെടുക. അങ്ങനെ ആയത് മാത്രമല്ല, ഹത്താ യുഅ്ലിനൂ ബിഹാ, എന്നിട്ട് അവർ ചെയ്യുന്ന തെറ്റുകളെ അവർ പരസ്യമാക്കാൻ തുടങ്ങിയാൽ, ഹത്താ യുഅ്ലിനൂ ബിഹാ, തെറ്റുകൾ വ്യാപകമായി എന്ന് മാത്രമല്ല, ആ തെറ്റുകളെ അവർ പരസ്യമാക്കാനും തുടങ്ങി. ഹത്താ യുഅ്ലിനൂ ബിഹാ, തിന്മകളെ അവർ പരസ്യമാക്കാനും തുടങ്ങിയാൽ, ഇല്ലാ ഫശാ ഫീഹിമുത് ത്വാഊൻ, അവരിൽ അല്ലാഹു തആല മാരകമായ രോഗങ്ങൾ നൽകും. ഫശ എന്ന് പറഞ്ഞാൽ രോഗവും വ്യാപകമാവും. തെറ്റുകൾ വ്യാപകമാകുമ്പോൾ രോഗവും വ്യാപകമാവും. ഒരു വീട്ടിൽ ഒരു കിഡ്നി രോഗി, ആ ഒരു രീതിയിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത്. പണ്ടൊക്കെ CH സെന്റർ എന്ന് പറയുന്ന ഡയാലിസിസ് സെന്ററുകൾ ജില്ലയിലൊന്നായിരുന്നു. ഇപ്പൊ പഞ്ചായത്തിലും മണ്ഡലത്തിലും നാട്ടിലൊക്കെ ഓരോ നാട്ടിലും ഓരോ ഡയാലിസിസ് സെന്റർ എന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വീട്ടിലും ഒരു കിഡ്നി പേഷ്യന്റ് എന്ന രീതിയിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. തിന്മ വ്യാപകമായാൽ ഫശാ ഫീഹിമുത് ത്വാഊൻ, അവിടെ അസുഖങ്ങളും വ്യാപകമാവും. ഫശ എന്ന് പറഞ്ഞാൽ വ്യാപകമാവും, പടർന്ന് പന്തലിക്കും. ക്യാൻസർ, ഓരോ 5 വീട്ടിലും ഒരു ക്യാൻസർ രോഗി. അല്ലാഹു സലാമത്താക്കട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. ഏത് രോഗമാണെങ്കിലും എത്ര വലിയ അസുഖങ്ങളാണെങ്കിലും അല്ലാഹുവിനോടുള്ള ദുആ ആണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രതീക്ഷ. അല്ലാഹുവാണ് രോഗം നൽകുന്നത്, അല്ലാഹുവാണ് ശിഫ നൽകുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒക്കെ പറഞ്ഞതുപോലെ ഫഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത് ഫഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്നത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹുവിനുള്ള പ്രതീക്ഷ നമ്മൾക്കുണ്ടാവണം. അല്ലാഹുവാണ് രോഗം നൽകുന്നത്, അല്ലാഹുവാണ് ശിഫ നൽകുന്നത്. ആ അല്ലാഹു ചോദിച്ചാൽ ശിഫ തരാത്ത അസുഖങ്ങളില്ല എന്ന ബോധം പ്രിയപ്പെട്ടവരെ നമ്മൾക്കുണ്ടാവണം. എത്ര വലിയ അസുഖങ്ങളാണെങ്കിലും ഡോക്ടർമാര് പോലും കൈയൊഴിഞ്ഞാലും അല്ലാഹു എനിക്ക് ശിഫ തരുമെന്നുള്ള പ്രതീക്ഷ നമ്മൾക്കുണ്ടാവണം. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തത് ഓർമ്മയുണ്ടല്ലോ. വഅയ്യൂബ ഇദ് നാജാ റബ്ബഹു അന്നീ മസ്സനിയൽ ളുർറു വഅൻത അർഹമുർ റഹീമീൻ, അല്ലാഹുവേ നീ കാരുണ്യവാനാണല്ലോ, ഞാനാണെങ്കിൽ ഒരൽപ്പം പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ ബിഹി മിൻ ളുദ്ദിൻ വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും. അങ്ങനെ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ച് ഉടനെ തന്നെ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ശിഫ നൽകിയത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് തദാവു ഇബാദല്ലാഹ്, രോഗം വന്നാൽ ഉടനെ ചികിത്സിക്കണമെന്നാ പറഞ്ഞത്. ഫഇന്നല്ലാഹ സുബ്ഹാനഹു ലം യളഅ ദാഅൻ ഇല്ലാ വുളിഅ മഅഹു ശിഫാ, ഏതെങ്കിലും രോഗം അല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ ആ രോഗത്തിനുള്ള ചികിത്സയും അല്ലാഹു പറഞ്ഞയച്ചിട്ടുണ്ട്. ഇവിടെ ഒരു രോഗമുണ്ടെങ്കിൽ ആ രോഗത്തിനുള്ള ശിഫയും ഭൂമിയിലുണ്ട്. പക്ഷെ നമ്മളത് കണ്ടെത്തിയിട്ടില്ല എന്ന് മാത്രം. ഡോക്ടർമാർ പറയില്ലേ, ഈ രോഗത്തിന്റെ പേരറിയില്ല, ഇതിന്റെ മരുന്നില്ല. രോഗം ഇവിടെ ഉണ്ടെങ്കിൽ ആ രോഗത്തിനുള്ള മരുന്നും ഭൂമിയിലുണ്ട്, നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. എത്ര കാലായി ക്യാൻസർ നമ്മെ കാർന്ന് തിന്നാൻ തുടങ്ങിയിട്ട് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചോ? എത്ര കാലായി കിഡ്നി രോഗികൾ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, മരുന്ന് കണ്ടുപിടിച്ചോ? കണ്ടുപിടിക്കൂല. ഇതൊക്കെ ഒരു ബിസിനസ് മെന്റാലിറ്റിയാണ്. എനിക്ക് വേഗം മരുന്നുണ്ടാവും, കാരണം എന്താ?
പനി ഇപ്പോൾ ഒരാഴ്ച കിടന്നാൽ ചിലപ്പോൾ ഷിഫയാകും. അവന് ഹോസ്പിറ്റലിൽ പോയാലും പോയില്ലേലും. എന്നാൽ കിഡ്നി രോഗം അങ്ങനെയല്ല, മരിക്കുവോളം ഹോസ്പിറ്റലിൽ പോകണം. മരിക്കുവോളം ഹോസ്പിറ്റലിൽ പോകണം. അതാണ് കിഡ്നി രോഗം. 19 വയസ്സുള്ള ഒരു പെൺകുട്ടി കിഡ്നി രോഗിയായി കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്തുള്ള CH സെന്ററിൽ കിടപ്പുണ്ട്. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നൊരു പെൺകുട്ടിയാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. ട്രാൻസ്പ്ലാന്റേഷൻ പോലും സാധിക്കാതെ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള കിഡ്നി കിട്ടുന്നില്ല, അല്ലെങ്കിൽ കിഡ്നി കിട്ടിയാൽ ശരീരം അതിനെ സ്വീകരിക്കുന്നില്ല. എന്താ പ്രതിവിധി? ദുആ മാത്രം, വേറൊന്നുമില്ല. മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. മരുന്ന് കണ്ടുപിടിച്ചാലേ പ്രിയപ്പെട്ടവരെ ആ കുട്ടിക്ക് ഹോസ്പിറ്റലിൽ നിന്ന്, ഡയാലിസിസ് സെന്ററിൽ നിന്ന് രോഗശമനം ലഭിച്ച ആരോഗ്യത്തോടെ വീട്ടിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ അതിനുള്ള മരുന്ന് കണ്ടുപിടിക്കണം. മരുന്ന് കണ്ടുപിടിക്കാത്ത കാലത്തോളം 90 വയസ്സ് വരെ ജീവിച്ചാലും ദിവസവും ഡയാലിസിസ്, ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് സെന്ററിൽ പോയി ശരീരത്തിന്റെ മുഴുവൻ രക്തവും മെഷീനിലേക്ക് മാറ്റി 4 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനം കാരണം ശരീരത്തിന്റെ രക്തം ശുദ്ധീകരിച്ച് തിരിച്ച് ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു കയറ്റണം. 4 മണിക്കൂറാണ് അതിന് വേണ്ടത്. ആഴ്ചയിൽ 3 തവണ പോകണം ഡയാലിസിസ് സെന്ററിൽ. 90 വയസ്സ് വരെ. ഒരാൾ 100 വയസ്സ് വരെ ജീവിച്ചാൽ 100 വയസ്സ് വരെ പോകണം. കാരണം എന്തേ? കിഡ്നി രോഗികൾക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. കിഡ്നി മാറ്റി വെക്കുക എന്നുള്ളതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. കുറ്റിപ്പുറം ഭാഗത്തൊരു വഅദിന് പോയപ്പോ അവിടെയുണ്ട് ഒരാള്, മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ വളരെ അടുത്ത ഒരാള്. അയാള് കിഡ്നി പേഷ്യന്റ് ആണ്. കിഡ്നി മാറ്റിവെക്കാൻ ഡോക്ടർമാര് പറഞ്ഞു. അനുയോജ്യമായ കിഡ്നി കിട്ടുന്നില്ല. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോയി ഭാര്യ, സ്വന്തം ഭാര്യ തന്റെ കിഡ്നി നൽകാൻ തയ്യാറായി. പക്ഷേ ആ കിഡ്നി ഇയാളുടെ ശരീരത്തിലേക്ക് മാച്ചാവുന്നില്ല, യോജിക്കുന്നില്ല. എന്താ ചെയ്യാ? ഭാര്യയോട് ചോദിച്ചു. ആര്? ഡോക്ടർ ചോദിച്ചു, നിങ്ങളുടെ കിഡ്നി ഏറ്റവും സ്യൂട്ടബിൾ ആയ ഒരു കുട്ടി ഇവിടെയുണ്ട്, ആ കുട്ടിക്ക് കൊടുത്തോട്ടെ. നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളുടെ കിഡ്നി മാച്ച് ആവുന്നില്ല, എന്നാ നിങ്ങൾ ഏതായാലും ഓപ്പറേഷൻ ചെയ്ത് കിഡ്നി കൊടുക്കാൻ തയ്യാറായതല്ലേ. ഇതേ ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയുണ്ട്, കിഡ്നി മാറ്റിവെക്കാമെന്നൊരു കുട്ടി. ആ കുട്ടിക്ക് നിങ്ങളുടെ കിഡ്നിയുമായി നല്ല ചേർച്ചയുണ്ട്, അത് മാറ്റിവെച്ചോട്ടെ. പെണ്ണുങ്ങൾ പറഞ്ഞു, ഏതായാലും കിഡ്നി മാറ്റിവെക്കാൻ ഞാൻ തീരുമാനിച്ചതല്ലേ, കുഴപ്പമില്ല, എന്റെ കിഡ്നി ആ കുട്ടിക്ക് വെച്ചോളൂ. ഭർത്താവിടെ കിഡ്നിക്ക് വേണ്ടി കാത്തിരിക്കാൻ. അങ്ങനെ ഡോക്ടർമാർ ആ കുട്ടിയുടെ കുടുംബത്തെ ബന്ധപ്പെട്ടു. ഈ ഭാര്യയുടെ കിഡ്നി ഈ പിഞ്ചു പൈതലിനെ കുഞ്ഞിന് വെക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ആ കുഞ്ഞിന്റെ കുടുംബത്തിൽ ഈ ഭർത്താവിന് സ്യൂട്ടബിളായ അനുയോജ്യമായ കിഡ്നി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചത്. അങ്ങനെയാണ് ആ കുട്ടിയുടെ മാതാവിന്റെ കിഡ്നി ഈ പെണ്ണിന്റെ ഭർത്താവിന്റെ കിഡ്നിയുമായി ചേർന്ന് വരുന്നത്. ഉടനെ തന്നെ 4 ഓപ്പറേഷനാണ് ഒരേ സമയം ആ ഹോസ്പിറ്റലിൽ നടന്നത്. 4 ഓപ്പറേഷൻ, 4 സർജറി. ഭാര്യയുടെ കിഡ്നി എടുക്കുന്നു, കുട്ടിയുടെ ഹൃദയം കീറുന്നു, എന്നിട്ട് അവിടെ വെക്കുന്നു. ആ കുട്ടിയുടെ ഉമ്മയുടെ കിഡ്നി എടുക്കുന്നു, ഈ ഭാര്യയുടെ, ഈ പെണ്ണിന്റെ ഭർത്താവിന്റെ കിഡ്നി മാറ്റിവെക്കുന്നു. ഒരു സമയത്ത് 4 സർജറി ഒരേ സമയം ആ ഹോസ്പിറ്റലിൽ നടന്നു. ഈ കിഡ്നി മാറ്റിവെക്കാൻ വരെ ചേർച്ച വേണം, ശരീരത്തോടത് പൊരുത്തപ്പെടണം. എല്ലാവരും കിഡ്നിയും എല്ലാവർക്കും ചെയ്യാൻ പറ്റൂല, എല്ലാവർക്കും മാറ്റിവെക്കാൻ പറ്റൂല. പൈസ ഉണ്ടെങ്കിലും കിഡ്നി കിട്ടിക്കൊള്ളണമെന്നില്ല, കിഡ്നി കിട്ടാൻ പ്രയാസമാണ്. അല്ലാഹു എല്ലാവരും രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹുവേ, ഇതുപോലെയുള്ള അസുഖങ്ങൾ നൽകി നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. രോഗികളായ ആളുകൾക്ക് അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത് 19 വയസ്സുള്ളൊരു പെൺകുട്ടി പരിശുദ്ധമായ റമദാനിലാണ് ഞാൻ കണ്ടത്. ആഴ്ചയിൽ 3 തവണ CH സെന്ററിൽ വന്നിട്ട് 4 മണിക്കൂർ നേരം കിടന്നിട്ട് തന്റെ ശരീരത്തിന്റെ ബാഡായ രക്തങ്ങളെല്ലാം, ഒരു കിഡ്നിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ശരീരത്തിന്റെ രക്തം ശുദ്ധീകരിക്കലാണ്. നമ്മുടെ കിഡ്നിയുടെ പണി എന്താണ്? ശരീരത്തിന്റെ രക്തം ശുദ്ധീകരിക്കലാണ്. അപ്പൊ കിഡ്നി കേടായാൽ പിന്നെ രക്തം ശുദ്ധീകരിക്കാൻ കഴിയില്ല. രക്തം ശുദ്ധീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അസുഖബാധിതരായി മരിച്ചു പോകും. അപ്പൊ ഈ കിഡ്നിയുടെ പണിയാണ് മെഷീൻ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ രക്തം മെഷീൻ വലിച്ചെടുക്കുന്നു, കിഡ്നിയുടെ പണി ഡയാലിസിസ് മെഷീൻ ചെയ്യുന്നു. 4 മണിക്കൂർ നീണ്ട പ്രോസസ്. അതിങ്ങനെ ശുദ്ധീകരിച്ച് തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റുന്നു. 3 ദിവസമാകുമ്പോൾ വീണ്ടും ശരീരത്തിന്റെ രക്തം ബാഡാവുന്നു. കാരണം കിഡ്നി ചെയ്യുന്ന പണി
ചെയ്യുന്നില്ല, കിഡ്നി സ്റ്റക്കായിരിക്കുകയാണ്, കിഡ്നിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ കേടായാൽ വണ്ടി നിൽക്കുന്നത് പോലെ മനുഷ്യന്റെ എഞ്ചിനാണ് കിഡ്നി എന്ന് പറയുന്നത്. അത് സ്റ്റക്കായി പോയാൽ മനുഷ്യൻ നിശ്ചലമാവും. ഇപ്പൊ ഒരു ചെലവില്ലാതെയാണ് നമ്മുടെ രക്തമൊക്കെ പ്യൂരിഫൈ ചെയ്യുന്നത്. ഒരു ചെലവില്ല, നമ്മുടെ രക്തമൊക്കെ ഇങ്ങനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് സ്റ്റക്കായി പോയാൽ ആഴ്ചയിൽ മിനിമം 7500 രൂപയാണ് ചെലവ്. ആഴ്ചയിൽ 7500 രൂപ ചെലവ്. അത് മാത്രമല്ല, 2 ദിവസത്തിൽ 1 ലിറ്റർ വെള്ളമല്ലാതെ കുടിക്കാൻ കഴിയില്ല. 2 ദിവസത്തിൽ 1 ലിറ്റർ വെള്ളം. 1 ലിറ്റർ വെള്ളം എന്ന് പറയുമ്പോൾ അതിൽ ചായ പെട്ടു, അതിൽ ജ്യൂസ് പെട്ടു, അതിൽ ഭക്ഷണത്തിന്റെ കൂടെ ഉപയോഗിക്കുന്ന കറി അടക്കം പെട്ടു. 1 ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് മനുഷ്യന്റെ അവസ്ഥയാണ്. നിസ്സഹായരാണ് നമ്മൾ, വെരി വീക്കാണ്, ബലഹീനരാണ്. നമ്മൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കോവിഡ് വന്നപ്പോഴാണ് ഓക്സിജന്റെ വാല്യൂ നമ്മൾ തിരിച്ചറിഞ്ഞത്. 1 രൂപയില്ലാതെയാണ് ഈ ശ്വാസം നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നത്. 1 രൂപയില്ലാതെ. കോവിഡ് വന്നപ്പോ ലക്ഷങ്ങളാണ് ഹോസ്പിറ്റലിൽ വെറും ഓക്സിജന് വേണ്ടി നമ്മൾ ചെലവഴിച്ചത്. എത്ര നിസ്സഹായരാണ്, എത്ര ബലഹീനരാണ്. എന്നിട്ടും നമ്മൾ അള്ളാഹുവിനെ തിരിച്ചറിയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് നമ്മൾ നന്ദി ചെയ്യുന്നുണ്ടോ? ഒരാൾ കിഡ്നി രോഗിയായാൽ അയാൾക്ക് അനുയോജ്യമായ കിഡ്നി ലഭിച്ചില്ല എങ്കിൽ മരിക്കുന്നത് വരെ അയാൾ ഹോസ്പിറ്റലിൽ പോയി ഓരോ ആഴ്ചയും 7500 രൂപ, 2 ആഴ്ചയാകുമ്പോൾ 15000 രൂപ, 1 മാസത്തിൽ 30000 രൂപ. വെറും കിഡ്നി ശുദ്ധീകരിക്കാൻ മാത്രം, രക്തം ശുദ്ധീകരിക്കാൻ മാത്രം 1 മാസത്തിൽ 30000 രൂപ. ആ വീട്ടുകാർക്ക് പിന്നെ സന്തോഷമുണ്ടോ? ആ വീട്ടുകാർക്ക് പെരുന്നാളുണ്ടോ? ആ വീട്ടുകാർക്ക് പിന്നെ കല്യാണ ആഘോഷങ്ങളുണ്ടോ? ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടോ? നമ്മൾക്ക് വെറും ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി മാത്രം ലക്ഷങ്ങൾ പിടിപിടിക്കുന്നവരാണ് നമ്മൾ. അല്ലേ? ഒരു മകളുടെ 1-ാം മാസം, അതും ഒരു സെലിബ്രേഷൻ. 2-ാം മാസം, അതും ഒരു സെലിബ്രേഷൻ. എപ്പോഴാണ് ഇതൊക്കെ തുടങ്ങിയത്? ഓരോ മാസവും സെലിബ്രേറ്റ് ചെയ്യാൻ എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ തുടങ്ങിയത്? ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. സ്വന്തം മക്കളെ അർജന്റീനയുടെയും മെസ്സിയുടെയൊക്കെ പേരിടുന്ന മുസ്ലിം പെൺകുട്ടികൾ, അല്ലേ? ചാനലുകാരെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ഫിഫയും മെസ്സിയൊക്കെ നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ നമ്മുടെ മക്കൾക്ക് പേരിടുന്ന കാലാണ്. എന്ത് കിട്ടിയാലും ശ്രദ്ധ വേണം, അത്രയുള്ളൂ. പബ്ലിസിറ്റി വേണം, ഒരു മടിയുമില്ലാതെ. പണ്ടൊക്കെ ഒരു കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ മറച്ചു വച്ച് നടന്നിരുന്ന ഉമ്മമാർ ഇന്ന് ചാനലുകാരെ വീട്ടിലേക്ക് വിളിക്കാൻ. എന്തിന്? സെലിബ്രിറ്റികളായി, അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. മെസ്സിയുടെ കട്ടൗട്ടിന്റെ താഴെ പോയിട്ട് മെസ്സി എന്ന് പേര് വിളിച്ചത് മുസ്ലിമീങ്ങളാണ്, വേറെ ആരുമില്ല. ഫിഫ എന്ന പേരിട്ടതും മുസ്ലിമീങ്ങളാണ്, വേറെ ആരുമില്ല. എന്നിട്ട് ആത്മാഭിമാനത്തോടെ ഒരു മടിയുമില്ലാതെ അതൊക്കെ വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിപ്പോകുന്നുണ്ട്. എപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കാൻ തുടങ്ങിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളിൽ ഭയക്കുന്നത് മൽ ഫഖറ അഖ്ശാ അലൈക്കും, നിങ്ങളൊക്കെ ദരിദ്രരാകുമോ എന്നല്ല ഞാൻ ഭയക്കുന്നത്, നിങ്ങളൊക്കെ പാവങ്ങളാകുമോ എന്നല്ല ഞാൻ ഭയക്കുന്നത്. പിന്നെ ഞാൻ ഭയക്കുന്നത് എന്താണ്? നിങ്ങൾ പാവപ്പെട്ടവരായി മാറുമോ എന്നല്ല ഞാൻ ഭയക്കുന്നത്. ഞാൻ ഭയക്കുന്നത് നിങ്ങളൊക്കെ മുതലാളിമാരായി മാറുമോ എന്നാണ്, നിങ്ങളൊക്കെ വലിയ പൈസക്കാരായി മാറുമോ എന്നതാണ് എന്റെ ഭയം. ആരാ പറയുന്നത്? പരിശുദ്ധ റസൂലുള്ളാഹ്. മൽ ഫഖറ അഖ്ശാ അലൈക്കും, എന്റെ സമൂഹം ഭാവിയിൽ ദരിദ്രരായി മാറുമോ എന്ന ഭയം എനിക്കില്ല, പട്ടിണി പാവങ്ങളാകുമോ എന്നുള്ള പേടി എനിക്കില്ല. വലാകിന്നി അഖ്ശാ അൻ തുബ്സത അലൈക്കുമുദ് ദുനിയാ, അല്ലാഹു തആല കുന്നുകൂടിയ സമ്പാദ്യം നിങ്ങൾക്ക് തരുമോ എന്നാണ് ഞാൻ ഭയക്കുന്നത്. അങ്ങനെ സമ്പാദ്യങ്ങൾ കുന്നുകൂടുമ്പോഴാണ് മക്കളുടെ ഓരോ മാസവും സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഓരോ മാസത്തിനും സെലിബ്രേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 1-ാം മാസത്തിനൊരു സെലിബ്രേഷൻ, 2-ാം മാസത്തിനൊരു സെലിബ്രേഷൻ, 3-ാം മാസത്തിന്, 7-ാം മാസത്തിന്. വീട്ടിൽ വെറുതെ ഒരു കേക്ക് മുറിച്ചുള്ള സെലിബ്രേഷൻ അല്ല, സമ്പത്ത് ചെലവഴിച്ചിട്ടുള്ള സെലിബ്രേഷൻ. 10,000 പൊടി പിടിച്ചുള്ള സെലിബ്രേഷൻ ഓരോ മാസത്തിലും.
സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി കിട്ടാനും വ്യൂവേഴ്സ് ഉണ്ടാവാനും ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും പേജുകൾ ഫോളോ ചെയ്യാനും വേണ്ടി ഈ തോന്നിവാസങ്ങൾ നിരന്തരമായി ആവർത്തിക്കുന്നു. എന്തുകൊണ്ടാണത്? അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് സമ്പത്ത് കുന്നുകൂടുമോ എന്നാണ് ഞാൻ ഭയക്കുന്നത്. പറഞ്ഞല്ല, സമ്പത്ത് കുന്നുകൂടുമോ എന്നാണ് ഞാൻ ഭയക്കുന്നത്. അങ്ങനെ സമ്പത്ത് കുന്നുകൂടിയാലോ ഫതനാഫസുഹാ കമാ തനാഫസുഹാ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ സമ്പത്തിന് വേണ്ടി മത്സരിച്ചതുപോലെ എന്റെ സമുദായവും സമ്പത്തിന് വേണ്ടി മത്സരിക്കുമോ, ദുനിയാവിന് വേണ്ടി മത്സരിക്കുമോ എന്നാണ് ഞാൻ ഭയക്കുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ ദുനിയാവിന് വേണ്ടി മത്സരിച്ചതുപോലെ എന്റെ സമുദായവും ദുനിയാവിന് വേണ്ടി മത്സരിക്കുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്.